പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റൈലനൊരു റീചാർജബിൾ ടേബിൾ ലാമ്പ് നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയാത്ത പലരും അത്തരത്തിലൊരെണ്ണം മാർക്കറ്റിൽ ലഭ്യമാവുമോ എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടേബിൾ ലാമ്പ് ഒരുപാട് പ്രത്യേകതകളുള്ളത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ടേബിൾ ലാമ്പ് കേടായ അഡാപ്റ്ററിൻ്റെ കേസും ഒരു കമ്പി കഷ്ണവും സ്ലീവും എല്ലാം ഉപയോഗിച്ച് നമ്മളൊന്ന് നിർമ്മിച്ച് കാണിച്ചതാണ്. ഇത് നിർമ്മിക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന പുതിയ തരത്തിൽപ്പെട്ട ടേബിൾ ലാമ്പിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് നോക്കാം. ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു ടേബിൾ ലാമ്പ് റോക്ക് ലൈറ്റ് എന്ന കമ്പനിയുടേതാണ്. RL0009 എന്ന മോഡൽ നമ്പറിലുള്ള ഈ ഒരു ടേബിൾ ലാമ്പിന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ്. 3.7 വോൾട്ടിൻ്റെ 1500 mAh ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ടേബിൾ ലാമ്പ് 6 മണിക്കൂർ വരെ ചാർജ് നിൽക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബാക്കപ്പ് കൂടുവാനും കാരണം. ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നമുക്ക് പ്രവർത്തിപ്പിക്കാം. അതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ചാർജായ ബാറ്ററി പവർ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതിനെ വർക്ക് ചെയ്യിക്കാം. ഇനി നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ലാമ്പാണ് ഇതിനകത്ത് ഉള്ളത്. ഈ ടേബിൾ ലാമ്പിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ചാർജിങ് കേബിൾ മാത്രമാണ്. ചാർജിങ് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല. അത് നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ V8 ടൈപ്പിലുള്ള മൊബൈൽ ചാർജറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കേബിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മൊബൈൽ ചാർജർ നേരിട്ട് തന്നെ ഈ ലൈറ്റിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ്. ഈ ടേബിൾ ലാമ്പ് ചെറിയൊരു ബോക്സിൽ ഒതുക്കി വെച്ചിട്ടാണ് പാക്ക് ചെയ്ത് വരുന്നത്. ഇത് ബോക്സിൽ നിന്ന് എടുത്ത് ഇതിങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ നല്ല ലെങ്ത്തുള്ള ഒരു സ്റ്റെമ്പാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിത് ഏത് ആംഗിളിലേക്കും തിരിച്ചു വെക്കാവുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. വളരെ ആകർഷകമായ ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്കിവിടെ കാണാം ഒരു ടച്ച് സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഇതിൻ്റെ മെയിൻ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതുപോലെ ചാർജിങ് പോർട്ടും അതിൻ്റെ ഒരു ചാർജിങ് ഇൻഡിക്കേറ്ററും എല്ലാം ബാക്ക് സൈഡിലാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്നത് കൊണ്ട് നന്നായി ബാക്കപ്പ് കിട്ടും. നിങ്ങൾക്കിവിടെ കാണാം ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് 1500 mAh ഒരു ലിഥിയം അയൺ ബാറ്ററിയാണുള്ളത്. ഒരു ബാറ്ററി കൂടി ഇടുവാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് കൂട്ടണമെങ്കിൽ ഒരു ബാറ്ററി കൂടി വാങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി സമയം നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇപ്പോൾ 6 മണിക്കൂറാണ് കമ്പനി പറയുന്നത് ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ അതേ പവറുള്ള ഒരു ബാറ്ററി കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 12 മണിക്കൂർ വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നല്ലൊരു ടേബിൾ ലാമ്പായിട്ടും അതുപോലെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എമർജൻസി ലൈറ്റ് ആയിട്ടുമെല്ലാം ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആദ്യം നിർമ്മിച്ച് കാണിച്ചിരുന്ന ടേബിൾ ലാമ്പിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ലെഡ് ആസിഡ് ബാറ്ററികളാണ്. അത്തരത്തിലുള്ള ബാറ്ററികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം പോയാൽ 2 മണിക്കൂർ വരെയൊക്കെയാണ് ബാക്കപ്പ് കിട്ടുക. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഞാനിതിൻ്റെ ബാക്കിലുള്ള സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടച്ച് സ്വിച്ചിൻ്റെ ഭാഗത്ത് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് തെളിയും. പിന്നെ നമ്മൾ ഈ ഒരു ടച്ച് സ്വിച്ചിൽ വിരൽ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ വീണ്ടും നമ്മൾ ടച്ച് സ്വിച്ചിൽ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രകാശം കൂടി വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രകാശം എത്തിക്കഴിഞ്ഞാൽ കൈ എടുക്കുക. അപ്പോൾ അതിൽ നിലനിർത്താനും പറ്റും. ഇനി നമുക്കിതിൻ്റെ ചാർജിങ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധാരണ മൊബൈൽ ഫോണിൻ്റെ ചാർജർ എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 1 ആമ്പിയറിൻ്റെ ചാർജറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ നന്നായിട്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചാർജിങ് കണക്ട് ചെയ്യുന്നതോടുകൂടി ഇതിൽ റെഡ് ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെ കളർ ഗ്രീൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ചാർജിങ് ഓഫ് ആക്കാവുന്നതാണ്. ഏത് ഷേപ്പിലും നിർത്താവുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു ടേബിൾ ലാമ്പ് 500 രൂപയിൽ താഴെ വിലക്ക് നമുക്ക് കടകളിലും ഓൺലൈൻ മാർക്കറ്റുകളിലുമെല്ലാം ലഭ്യമാണ്.
വായിക്കുന്നതിനും എഴുതുന്നതിനും എല്ലാത്തരം പഠനാവശ്യങ്ങൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കുമെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ സ്റ്റൈലൻ ടേബിൾ ലാമ്പ് നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്